ഐ എം ദിവ്യ പ്രിൻഡോ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ചെറിയൊരു ഷോപ്പിങ്ങിനാണ്, എറണാകുളത്താണ് പോകുന്നത്. ഫസ്റ്റ് നമുക്ക് മിഡാസിൽ കയറാൻ. എനിക്ക് കുറച്ചധികം പർച്ചേസിങ് ഉണ്ട്, ബ്യൂട്ടി തിങ്സ് ആണ് വാങ്ങാനുള്ളത്. ദെൻ എനിക്ക് അടുത്ത ദിവസത്തെ ഫാഷൻ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇച്ചിരി ഹീൽസ് ഉള്ള എന്തെങ്കിലും ചെരുപ്പ് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ലുലുവിലും പോകണം. അപ്പോൾ അതാണ് ഇന്നത്തെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റായി, ഉച്ച കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് മിഡാസിൽ പോവാം. കൊച്ചിയിലുള്ള മിഡാസിലാണ്. അപ്പോൾ കുറേ നാളായിട്ട് മേക്കപ്പ് ചെയർ വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. കുറേ നാളായി. ഇപ്പോഴാണ് അതിനുള്ളൊരു സൗകര്യം ഒത്തിട്ട് നമ്മൾ കയ്യോടെ കെട്ടിയവരെ കൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ മേക്കപ്പ് ചെയർ വാങ്ങിപ്പിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര കളക്ഷൻ ഉണ്ടാവും, നമുക്ക് പറ്റിയ സാധനം കിട്ടുമെന്നുള്ളത്. പിന്നെ ഇങ്ങനെ ഇത്ര തോട്ടി പോലെ ഹൈറ്റ് ആയിട്ട് മേക്കപ്പ് ചെയർ ഇല്ലാണ്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ കൊച്ചിയിലെ തന്നെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി ഷോപ്പാണ് മിഡാസ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളും നമുക്ക് കിട്ടും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ബ്ലോ ബ്രഷ് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ബ്ലോ ഡ്രൈ ചെയ്യുന്നതിന് പകരമായിട്ട് ഈസിലി നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണ് ബ്ലോ ബ്രഷ്. ഫസ്റ്റ് നമ്മൾ ബ്രിൻഡോടെ തലയിൽ തന്നെയാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത് ഇത് എങ്ങനെയുണ്ടെന്നുള്ളത്. എനിക്ക് കുഴപ്പമില്ല, എനിക്കത് യൂസ്ഫുള്ളായിട്ട് തോന്നി. ബ്ലോ ഡ്രൈ ചെയ്യാൻ ടൈമുള്ളവർക്ക് ഈ ഒരു ബ്ലോ ബ്രഷിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ ഒരു മെച്ചമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെൽഫായിട്ട് തന്നെ ബ്ലോ ഡ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇനി മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കാണെങ്കിൽ ഈവൻ ബ്ലോ ഡ്രൈ നോർമൽ ബ്ലോ ഡ്രൈ തന്നെ ചെയ്യാൻ സമയമുള്ളവർക്ക് അതാണേലും മതി. പിന്നെ ഇത് സെൽഫായിട്ട് ചെയ്യണമെങ്കിൽ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കസേര നോക്കാനാണ് വന്നത്. കസേര നോക്കുവാണ്. നമ്മൾ 2 കസേരയും കണ്ടു കേട്ടോ. എനിക്ക് പക്ഷേ ഈ ഒരു കസേര വലിയ ഒരു ആപ്റ്റായിട്ട് തോന്നിയില്ല. പക്ഷേ ഇതിൻ്റെ ഒരു മെച്ചമെന്ന് വെച്ചാൽ നമുക്ക് പോർട്ടബിളാണ്, എവിടെയും കൊണ്ടുപോകാം, മടക്കി കൂട്ടി കൊണ്ടുപോകാം. പക്ഷേ എനിക്ക് ഈ ഒരു ചെയറാണ് കേട്ടോ എനിക്ക് വർത്തായിട്ട് തോന്നിയത്. ഇതിൻ്റെ ഹൈറ്റൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, എത്ര ഹൈറ്റ് വേണേലും നമുക്ക് കൂട്ടാം. അതൊക്കെ ഭയങ്കര ഒരു ബെനിഫിറ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമ്മൾ ഈ ഒരു ചെയർ തന്നെയാണ് എടുത്തത്. മറ്റേ ചെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് 9,000 ആണ്, ഇതിന് 6,000 ആണ്. 6,000 റുപ്പീസിന് ഈ ഒരു ചെയർ എന്തുകൊണ്ടും ബെറ്ററായിട്ട് എനിക്ക് തോന്നി. സോ ഞാൻ ഇത് വാങ്ങി. പിന്നെ ഇത് കാണുന്ന പോലെ അത്ര വെയിറ്റ് ഒന്നുമില്ല കേട്ടോ. സാധനം നമുക്ക് എടുത്തുകൊണ്ട് പോകാനാണേലും ഭയങ്കര ഈസിയാണ്. അത്ര വെയിറ്റ് ഒന്നുമില്ല, ഒരാൾക്ക് എടുക്കാനുള്ളൊരു വെയിറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മളിതേ നമ്മുടെ ചെയറൊക്കെ വാങ്ങി. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴി ഫുൾ മഴയാണ് കേട്ടോ. ഇന്നലത്തെ ഒരു ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ മഴയായിരുന്നു, മഴയോട് മഴ തന്നെ. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ രക്ഷയില്ല, അതുപോലെ മഴയാണ്, ഫുൾ ടൈം മഴ. അപ്പോൾ ഈ മഴയത്ത് ഡ്രൈവിന് പോകാനൊക്കെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മിഡാസിലെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇനി അടുത്ത് നമ്മൾ ലുലു മാളിലേക്കാണ് പോകുന്നത്. ലുലു മാളിൽ കയറിയ കുറേ പൈസ പോക്കാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാലും വേണ്ടില്ല, നമ്മുടെ ചെരുപ്പ്, നമ്മുടെ ഫാഷനബിൾ ആയിട്ടുള്ള ഐറ്റംസൊക്കെ അവിടെ കിട്ടത്തുള്ളൂ. നമ്മൾ മോച്ചിയിലും അതുപോലെ തന്നെ കുറച്ചധികം ഷോപ്പിലൊന്ന് പോകും. സിലിക്കോൺ അങ്ങനെയുള്ള എല്ലാ ഷോപ്പുകളും തന്നെ അതിനകത്തുണ്ട്. അപ്പോൾ അവിടെ കയറി നമുക്ക് ഉദ്ദേശിച്ച സാധനം കിട്ടുമായിരിക്കണം. നമുക്ക് നോക്കാം. ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ ഇവിടെ. ടൗൺ ഫുള്ള് ബ്ലോക്കാണ്. അതുപോലെ മഴയും വെള്ളക്കെട്ടും മൊത്തത്തിൽ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ലുലു മാളിലേക്ക് കയറാനുള്ള എൻട്രൻസ് തപ്പിയുള്ള പോക്കാണെന്ന് തോന്നുന്നു അല്ലേ സ്പൾബർ? എങ്ങനെ അതിനകത്ത് കയറി പറ്റും? അതുപോലെ തന്നെ നല്ല തിരക്കായിരിക്കണം കേട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ ലുലു പോയാൽ ഭയങ്കര തിരക്കാണ്, നമുക്ക് സൂചി കുത്താനുള്ള ഇടയില്ല. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഈ തിരക്കിൻ്റെ എല്ലാം ഇടയ്ക്ക് കയറി നമുക്ക് പറ്റിയ സാധനം നമ്മൾ പൊക്കിയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ടോപ്പ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇപ്പോൾ സുതിയോയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വാങ്ങിയതാണ്. ഞാൻ ഇതിൻ്റെ എല്ലാം ഒരു റിവ്യൂ ഇട്ടിരുന്നു, ഞാനും അനിയത്തിയും പോയി വാങ്ങിയത്. എനിക്കിത് ഇട്ടിട്ട് ഭയങ്കര കംഫോർട്ടാണ് കേട്ടോ. അടിപൊളി ടോപ്പാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ആ ഒരു കട്ടിങ് ആണേലും ആ ഒരു മെറ്റീരിയൽ ആണേലും എല്ലാം അടിപൊളിയാണ്. അപ്പോൾ നമ്മളിതേ ലുലു മാളിലേക്ക് കുറ്റിയും പറിച്ച് വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മളിതേ പാരകളിലാണ് കയറിയിരിക്കുന്നത്. ഫുഡ് കഴിക്കുക എന്നുള്ളൊരു ഉദ്ദേശമായിട്ട് എൻ്റെ കൂടെ ഒരാൾ വന്നിട്ടുണ്ട്. പാരകളിൽ ബിരിയാണി ഭയങ്കര ഫേമസ് ആണ് പോലും. അപ്പോൾ പിന്നെ അത് കഴിക്കണമല്ലോ. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഞാൻ എന്താണെങ്കിലും ബിരിയാണി അല്ല കഴിച്ചത്, ഞാൻ ചപ്പാത്തിയും കൂന്തൽ റോസ്റ്റുമാണ് കഴിച്ചത്. രണ്ടും നല്ലതായിരുന്നു കേട്ടോ. ബിരിയാണിയും ഒരുപാട് നല്ലതായിരുന്നു, എല്ലാം ബെറ്ററായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മളിതേ ചെരുപ്പ് നോക്കാൻ വന്നിരിക്കുന്നത്. ആ കടയിലെ ഏറ്റവും ഹീൽസുള്ള ചെരുപ്പുകളാണ് നമ്മൾ വലിച്ചടിച്ച് നോക്കാൻ പോകുന്നത്. അതിൽ നടക്കുക എന്ന് പറയുന്നത് അതിലും വലിയ ശ്രമകരമായിട്ടുള്ളൊരു ജോലിയാണ്. ഫസ്റ്റ് നമ്മളിതേ മെട്രോയിലാണ് കയറിയിരിക്കുന്നത്. മെട്രോ എന്ന് പറയുന്നൊരു ഷോപ്പിലാണ് കയറിയിരിക്കുന്നത്. ഞാൻ അതിൽ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിസാഹസികത തന്നെയാണ്. എങ്ങനെയാണ് ഞാൻ വീഴാൻ നടക്കുന്നതെന്ന് എനിക്ക് മാത്രം അറിയാം. അപ്പോൾ ചുറ്റുമുള്ളവരൊക്കെ നോക്കുന്നുണ്ട്, ഏത് ജീവി ഇതെവിടെ നിന്ന് വന്നു എന്നാണ് എല്ലാവരും നോക്കുന്നത്. ഇടയ്ക്കൊക്കെ ആൾക്കാർക്ക് ചിരിയും വരുന്നുണ്ട് കേട്ടോ എന്നെ കണ്ടിട്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഹീൽസിൽ നടന്ന ഒരു ശീലമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു ഹൈറ്റാണ്. അപ്പോൾ അതാണ് അവരെല്ലാവരും വിചാരിക്കുന്നുണ്ടാവുക.
അപ്പോൾ നമ്മൾ മെട്രോയിൽ കയറിയിട്ട് ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് സെലക്ട് ചെയ്ത്. അടുത്ത് നമ്മൾ മോച്ചിയിലാണ് വന്നിരിക്കുന്നത്. മോച്ചി വന്നിട്ട് 2 ചെരുപ്പ് നമ്മൾ ട്രയൽ നോക്കി. ഈ ഒരു ഹീൽസ് വന്നിട്ട് എനിക്ക് അത്ര ഒരു സെറ്റായില്ല. നടക്കുമ്പം എനിക്കൊരു കംഫോർട്ടില്ല, ഭയങ്കര പോയിൻറ്റഡ് ആണ്. ഒന്നാമത് എൻ്റെ കാലിന് നല്ല നീളമുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് സെറ്റായത് ഈ ഒരു ഹീൽസാണ്. ഇല്ല, അങ്ങനെ വീഴത്തില്ല. അതിൻ്റെ ആ ബാലൻസിങ് കംഫർട്ട് ഉണ്ടാവും. ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് മേഡം വീണല്ല, ചെരുപ്പ് വീഴത്തില്ല. അതാ ഒരിക്കലും. അപ്പോൾ അവിടെയും നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത വേറൊരു കടയിലും കൂടെ കയറി. ഇതെനിക്ക് ഒട്ടും സെറ്റായില്ല ഈ ചെരുപ്പ്. എന്നിട്ട് ഫൈനലി നമ്മൾ മോച്ചിയിൽ തന്നെ കയറി ഈ ഒരു ഹീൽസ് നമ്മൾ എടുക്കുവാണ്. ഇതെനിക്ക് ഓൾമോസ്റ്റ് നടന്നിട്ട് വലിയ കുഴപ്പമില്ല, എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ വെസ്റ്റ് സൈഡിൽ പോയി ഒരു 1000 രൂപ പൊടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ 1000 രൂപയ്ക്ക് ഞാൻ എന്താ വാങ്ങിയെന്ന് പറഞ്ഞാൽ ഞെട്ടും. 1000 രൂപയ്ക്ക് ഞാൻ ഒരു ഷിമ്മീസും അതുപോലെ ഒരു ടോപ്പും മാത്രമാണ് വാങ്ങിയത്. വെസ്റ്റ് സൈഡിൽ കയറാനുള്ള ആഗ്രഹം തീർന്നു. അടുത്ത് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലാണ് കയറിയത്. ഹൈപ്പർ മാർക്കറ്റിലെ തിരക്കുണ്ടോ, ഇതായിരുന്നു അവസ്ഥ. അപ്പോൾ എനിവേ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.